പ്രിയപ്പെട്ടവരെ, ഈ ലക്കം ആഴ്ചവട്ടം വ്യവസായ രംഗത്ത് നമ്മുടെ കേരള സംസ്ഥാനം കൈവരിച്ച പുരോഗതിയെ സൂചിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് CPIMൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി ബ്രാഞ്ച് തല സമ്മേളനങ്ങളെ പറ്റിയും അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചും ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. മറ്റുള്ള ബൂർഷ്വാ പാർട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി സമ്മേളനമെന്ന അതിവിപുലമായ ജനാധിപത്യ പ്രക്രിയയിലൂടെ സംഘടനാപരവും രാഷ്ട്രീയവുമായ നിലപാടുകൾ കൃത്യമായി നവീകരിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. 23ാം പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള കഴിഞ്ഞ 3 വർഷക്കാലത്തെ രാഷ്ട്രീയ അടവ് നയങ്ങൾ പ്രയോഗിച്ചത് സംബന്ധിച്ചും അതുപോലെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നിർവഹിച്ചതിൻ്റെ അനുഭവങ്ങളുമെല്ലാം വിലയിരുത്തിക്കൊണ്ട് പുതിയ സാഹചര്യങ്ങൾ കാലത്തിൻ്റെ അനുസരിച്ച് പുതിയ സാഹചര്യം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ നയം രൂപീകരിക്കുക എന്നത് സമ്മേളന പ്രക്രിയയിലൂടെ CPIM ഏറ്റെടുക്കുന്ന അതിപ്രധാനമായ ഒരു ദൗത്യമാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോർപ്പറേറ്റ് മൂലധന വർഗീയ നയങ്ങളെയെല്ലാം ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ഏകോപിച്ച സമരമുന്നണി വളർത്തിയെടുക്കണമെന്നാണ് CPIM ആഗ്രഹിക്കുന്നത്. അതിന് കഴിയാവുന്ന വിധത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി ഈ പാർട്ടിയെ വളർത്തിയെടുക്കണം, മാറ്റിയെടുക്കണം എന്നും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ഐക്യത്തിൻ്റെ ഉറച്ച ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളെയെല്ലാം ഒന്നിപ്പിക്കണം എന്നുമാണ് അതിനാണ് പാർട്ടി പരിശ്രമിക്കുന്നത്. ഇതിനെല്ലാം സഹായകരമായ രീതിയിൽ പാർലമെൻ്ററി രംഗത്തും പാർലമെൻ്റേതര രംഗത്തുമെല്ലാം ഇടപെടുന്നതിനും ബഹുമുഖമായ സമരങ്ങളെ വളർത്തിയെടുക്കുന്നതിനും എല്ലാം ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണിത്. ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം ഫലപ്രദമായി നിർവഹിക്കാനുള്ള രാഷ്ട്രീയവും സംഘടനാപരവുമായ തീരുമാനങ്ങളാണ് പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായ സമ്മേളന പ്രക്രിയയിലൂടെ നടപടികളിലൂടെ രൂപപ്പെടുത്താൻ പാർട്ടി പരിശ്രമിക്കുന്നത്. സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഒക്ടോബർ മാസത്തോടെ ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഒക്ടോബർ മാസത്തോടെ ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് പാർട്ടി കടക്കുകയാണ്. ഇതിനെ തുടർന്ന് ഏരിയ സമ്മേളനങ്ങളും അതുപോലെ ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനവും ഏപ്രിൽ മാസം ആദ്യം തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് പാർട്ടി കോൺഗ്രസും 24ാം പാർട്ടി കോൺഗ്രസും എല്ലാം നടത്തുന്നതിന് പാർട്ടി വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ്. ഇതോടനുബന്ധിച്ച് കൂട്ടിച്ചേർത്ത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ള മറ്റൊരു കാര്യം, ഈ നവീന വ്യവസായങ്ങൾക്ക് കേരളത്തിൽ വലിയ സാധ്യതകളാണുള്ളതെന്ന് ഇവിടെ കൂടുതൽ തെളിഞ്ഞു വരികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ, ഒരു കൊല്ലത്തിനുള്ളിൽ മാത്രം ഈ രംഗത്ത് ലോകോത്തരമായ കമ്പനികൾ വിശ്വാസത്തോടെ സംസ്ഥാനത്തേക്ക് കടന്നു വരുന്നതിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. അടുത്ത കൊല്ലം ജനുവരിയോടെ 2025 ജനുവരിയോടെ ആഗോള നിക്ഷേപ സംഗമം സംഘടിപ്പിക്കുന്നതിനും ധാരണയായിട്ടുണ്ട്. അതിൻ്റെയെല്ലാം മുന്നോടിയായി ഭാഗമായിട്ട് തന്നെ അനേകം പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടികളും സംസ്ഥാന ഗവൺമെൻറ് ഇപ്പം തന്നെ സ്വീകരിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. കേരളത്തിൻ്റെ വ്യവസായ പുരോഗതിയിൽ അങ്ങേയറ്റം ഏറ്റവും ശ്രദ്ധേയമാകുന്ന നാഴികക്കല്ലായി മാറാൻ പോകുന്ന കോൺക്ലേവുകൾ സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ പുതിയ അനേകം സംരംഭങ്ങൾ ഇതിൻ്റെ എല്ലാം ഭാഗമായി ആരംഭിക്കാനും ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, IT അനുബന്ധ വ്യവസായങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം പുറമെ അനേകം ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, പ്രതിരോധം, അതുപോലെ എയറോസ്പേസ് തുടങ്ങിയ എല്ലാ മേഖലകളിലും വൻകിട സംരംഭങ്ങൾ തുടങ്ങാൻ ഈ പല കമ്പനികളും, ലോകോത്തര കമ്പനികൾ കേരളത്തെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ IT വ്യവസായ നയങ്ങളും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ കേരളം എടുത്തിട്ടുള്ള സ്വീകരിച്ച നടപടികളും വ്യവസായ സൗഹൃദ അന്തരീക്ഷം രൂപപ്പെടുത്താൻ ഗവൺമെൻറ് മുൻകൈയെടുത്ത് നടത്തിയ പരിശ്രമങ്ങൾ, അതുപോലെ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിക്കാൻ കഴിഞ്ഞ പുരോഗതി, ഇങ്ങനെ അനേകം ഘടകങ്ങളാണ് ഈ പലവിധങ്ങളായ വൻകിട കമ്പനികളെയും സംസ്ഥാനത്തേക്ക് ആകർഷിക്കുന്നതിന് ഇടവരുത്തിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ 3 കൊല്ലത്തിനുള്ളിൽ തന്നെ അനേകം ലോകോത്തര കമ്പനികൾ ഇവിടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ വ്യവസായങ്ങൾ സ്ഥാപിച്ച് കൂടുതൽ തൊഴിലവസരം കേരളം ആഗ്രഹിക്കുന്നതനുസരിച്ച്, കാലം ആവശ്യപ്പെടുന്നതനുസരിച്ച് പുതിയ തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതിനാണ് സംസ്ഥാന ഗവൺമെൻറ് ഊന്നൽ നൽകുന്നത്. ഗവൺമെൻറ് അതൊരു പ്രഖ്യാപിത നയമായിട്ട് തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയും ഏതാണ്ട് ഏറ്റവും അവസാനം ലഭിച്ചിരിക്കുകയാണ്. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി എന്ന് നമുക്ക് കാണാനാകും. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുമെല്ലാം 50% വീതം പങ്കാളിത്തം വഹിക്കുന്ന കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല എന്നും നാം മനസ്സിലാക്കുന്നു. ഇതിനകം തന്നെ ഏതാണ്ട് 1790 കോടി രൂപ ചെലവിൽ പ്രാരംഭ നടപടികളെല്ലാം സംസ്ഥാന ഗവൺമെൻറ് പൂർത്തിയാക്കിയെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദമായ മാസ്റ്റർ പ്ലാനും അതുപോലെ പ്രോജക്റ്റ് റിപ്പോർട്ടും എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനാവശ്യമായ ഏതാണ്ട് 1700-ലധികം ഏക്കർ വിസ്താരമുള്ള ഭൂമി, അതിൻ്റെ മഹാഭൂരിപക്ഷവും ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ 2022 തന്നെ കേരള സംസ്ഥാനം ഏറ്റെടുത്ത് ഇതിന് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വർഷം ഈ 2024 ആദ്യം തന്നെ ഇതിൻ്റെ പാരിസ്ഥിതിക അനുമതിയും എല്ലാം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള കേന്ദ്രമന്ത്രിസഭയുടെ ഒരു ഉപസമിതിയുണ്ട്. ആ ഉപസമിതിയുടെ അംഗീകാരം നീണ്ടുപോയത് ആണ് ഇതിപ്പോൾ ആരംഭിക്കുന്നതിന് കാലതാമസം നേരിടാൻ കാരണം. ഇപ്പോൾ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും എല്ലാം നിരന്തരമായി കേന്ദ്രത്തിൽ നടത്തിയ ഇടപെടലിനെയും ചെലുത്തിയ സമ്മർദ്ദത്തെയും തുടർന്ന് ഇപ്പോൾ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കും എന്ന കേന്ദ്ര അനുമതി ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആവശ്യമെല്ലാം ഉന്നയിച്ച് നിരന്തരമായി സംസ്ഥാനം നടത്തിയ ഇടപെടലിൻ്റെയും ചെലുത്തിയ സമ്മർദ്ദത്തിൻ്റെയും ഫലമായിട്ടാണ് ഇപ്പോൾ അംഗീകാരം ലഭിക്കാനിടയായത്. ഈ കഴിഞ്ഞ 3 കൊല്ലത്തിനുള്ളിൽ 12,000 കോടി രൂപ മുതൽ മുടക്കിൽ ഉൽപ്പാദനം ആരംഭിച്ച 233 കമ്പനികൾ പങ്കെടുത്തിട്ടുള്ള ഒരു തുടർ നിക്ഷേപ കോൺക്ലേവും ഈ അടുത്ത കാലത്ത് സംസ്ഥാന ഗവൺമെൻറ് മുൻകൈയെടുത്ത് സംസ്ഥാന വ്യവസായ മന്ത്രിയും വകുപ്പും എല്ലാം മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. കേരള സംസ്ഥാനത്തിൻ്റെ വ്യവസായ മുന്നേറ്റത്തെ വലിയ തോതിൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ക്യാമ്പസ് വ്യവസായ പാർക്ക് പദ്ധതിക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈ നിലയിലെല്ലാം ലോക വിപണിയിലേക്ക് കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും എല്ലാം എത്തിക്കുന്നതിന് ഇപ്പം തന്നെ കഴിയുന്നുണ്ട്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട AI അതുപോലെ തന്നെ എഡ്ജ് കമ്പ്യൂട്ടറിംഗ് കമ്പനികളിൽ ഒന്നായ അർബാഡ അവരുടെ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ ടെക്നോ പാർക്കിൽ ആരംഭിച്ചതും ഈ അടുത്ത കാലത്താണ് എന്ന് മാധ്യമങ്ങളിലൂടെയെല്ലാം നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റങ്ങളിൽ ഒന്നായി കേരളം ഇപ്പോൾ മാറുകയാണ്. നൂതന വ്യവസായങ്ങൾക്ക് പറ്റിയ നാടാണ് കേരളം എന്ന പൊതുബോധം ഇതിലൂടെയെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തിന് തന്നെ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് കേരളത്തെ ഇക്കാര്യത്തിൽ ലോകത്തിനൊപ്പം എത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആത്മാർത്ഥമായി കണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഈ വ്യവസായ രംഗത്ത് മറ്റ് മേഖലകളിൽ എന്ന പോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് വലിയ കുതിപ്പ്
കൈവരിക്കുന്നതിന് സാധിച്ചിട്ടുള്ളത്. ശ്ലാഘനീയമായ ഈ നടപടിക്ക് എല്ലാ പിന്തുണയും കേരളത്തിലെ ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഈ മുന്നേറ്റത്തെ സഹായിക്കുന്ന വിധത്തിൽ വലിയ തോതിലുള്ള ജനകീയ അഭിപ്രായവും പിൻബലവും എല്ലാം സംസ്ഥാന ഗവൺമെന്റിന് നൽകേണ്ടതുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കും.